ഗായ്സ്, ഞാൻ എത്ര പറഞ്ഞാലും ചില ആൾക്കാർക്ക് അത് മനസ്സിലാവത്തില്ല. ഈ ലോൺ എൻ്റെ അല്ല എന്നൊരു പറച്ചിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടിയ ഒരു ഹോം ലോൺ ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ് കേട്ടോ ഞാനിന്ന് പറയുന്നത്. ഒരു ലേഡി ആപ്ലിക്കൻ്റ് ആണ്. അവർക്ക് 42,000 സാലറി ഉണ്ട്. അപ്പം ഞാൻ അവരുടെ അടുക്കൽ ബാക്കി ഡീറ്റെയിൽസ്, സിബിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, പ്രോപ്പർട്ടി എന്താ വാങ്ങിക്കുന്നത്, എവിടെയാണ് വാങ്ങിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചു കഴിഞ്ഞിട്ട് അവരുടെ അടുക്കൽ ചോദിച്ചു, മാഡത്തിന് എന്തെങ്കിലും ലോൺ പോകുന്നുണ്ടോ എന്ന്. അപ്പം പുള്ളിക്കാരൻ എന്നോട് നോക്കി, എനിക്കൊരു ലോണും പോകുന്നില്ല, ഞങ്ങൾ ഇതുവരെ ലോൺ എടുത്തിട്ടില്ല മാഡം, ഇത് ഞങ്ങൾക്ക് വളരെ ആഗ്രഹിച്ച് വാങ്ങിക്കാൻ പോകുന്ന വീടാണ് എന്നൊക്കെ പുള്ളിക്കാരി പറഞ്ഞപ്പോൾ ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി എനിക്ക് എല്ലാ ഡോക്യുമെൻറ്റ്സും അയച്ചു തന്നു. ഇതിൻ്റെ അകത്ത് പുള്ളിക്കാരുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയപ്പോഴത്തേനും പുള്ളിക്കാരിക്ക് 2 EMI അക്കൗണ്ടിൽ നിന്ന് പോകുന്നുണ്ട്. എന്നിട്ട് ഞാൻ പിന്നെയും വിളിച്ചു പുള്ളിക്കാരനെ. അപ്പം എന്നോട് ഞാൻ ചോദിച്ചു, അത് ഈ അക്കൗണ്ടിൽ നിന്ന് എല്ലാ മാസവും 2 EMI പോകുന്നുണ്ടല്ലോ, അതേതാന്ന്. അന്നേരം പുള്ളിക്കാരൻ, അത് എൻ്റെ ലോൺ അല്ല മാഡം, ഞാൻ എൻ്റെ ഫ്രണ്ടിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് 8 ലക്ഷം രൂപ അവർക്ക് പേഴ്സണൽ ലോൺ എടുത്തു കൊടുത്തിരിക്കുന്ന 2 ബാങ്കിൽ നിന്നായിട്ട്. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ, നമ്മുടെ സാലറി സ്ലിപ്പും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും KYC ഡോക്യുമെൻറ്റ്സും എല്ലാം കൊടുത്ത് ഒരു ലോൺ സാങ്ഷൻ ചെയ്ത് അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഫണ്ട് വന്നു കഴിഞ്ഞ് നമ്മളത് നമ്മുടെ ഫ്രണ്ടിനെ സഹായിച്ചോ, നമ്മളത് എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതല്ല വിഷയം. ആ ലോൺ നമ്മുടേതായിരിക്കും. അല്ലാതെ നമ്മൾ നമ്മുടെ ഫ്രണ്ടിന് എടുത്തു കൊടുത്തു, അവർ EMI കറക്റ്റായിട്ട് അടയ്ക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് ആ ലോൺ നമ്മുടേതല്ലാതെ ആവുന്നില്ല. നമ്മുടെ ഒബ്ലിഗേഷനായിട്ട് അത് കണക്കാക്കുകയും ചെയ്യും. ഇൻ കേസ് മറ്റേ ആൾക്കാർ അത് അടച്ചില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ചില ആൾക്കാർ പറയത്തില്ലേ, അത് എൻ്റെ ലോൺ അല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അടച്ചില്ല, എനിക്ക് അടയ്ക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, എൻ്റെ ലോണെല്ലാം പക്കയാണ്. അങ്ങനെയല്ല ചിന്തിക്കാനുള്ളത്. ആ ലോണും നിങ്ങൾ എടുത്ത് കൊടുത്തിരിക്കുന്ന ലോണും നിങ്ങളുടെ മാത്രം ലയബിലിറ്റിയാണ്. ദയവ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് കഴിവതും ചാടാതിരിക്കുക എന്ന് എനിക്ക് ഇതിൻ്റെ അകത്ത് നിങ്ങളോട് പറയാനുള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.